Hi friends, ഞാൻ Shini Nidheesh. Welcome to ChinsRuchi. ഇന്ന് ഞാൻ സ്പൈസി സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വീറ്റ് കോണിൽ ധാരാളം വിറ്റമിൻ B12ഉം ഫോളിക് ആസിഡും പിന്നെ അയൺ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അനീമിയ തടയാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ചോളം വൃത്തിയാക്കണം. അപ്പോൾ അതിൻ്റെ മേലെ ഈ ഒരു സംഭവം എടുത്ത് മാറ്റി അതിൻ്റെ അകത്തൊരു സിൽക്ക് ഉണ്ടാവും, അതും കൂടി എടുത്ത് കളയാം. ഇതിൻ്റെ ഈ ഒരു സിൽക്ക് ഭയങ്കര ഹെൽത്തി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കിഡ്നി സ്റ്റോൺ, കിഡ്നി ഫങ്ഷനിങ് ഒക്കെ നല്ലതാവാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 3 എണ്ണമാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റാനാണ് പോകുന്നത്. വെള്ളം നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഈ ചോളം ഇങ്ങനെ വെച്ച് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി. വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യുമ്പം അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ വെള്ളത്തിലേക്ക് പോയി നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നലുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും നമുക്കതിൽ തന്നെ ഉണ്ടാവും. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചോളം നല്ലോണം വെന്ത് കിട്ടും. ഇതുപോലെ നമുക്കതിൻ്റെ ഒരു ഇതളെടുത്ത് ഒന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തിയാണ്. എസ്പെഷ്യലി അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്, ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സ്റ്റീമായി ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന സ്പൈസസ് മസാലാസ് കാണിച്ചു തരാം. കുരുമുളക് പൊടി, ഉപ്പ്, നമ്മളെ ക്രഷ്ഡ് ചില്ലി അതായത് ചില്ലി ഫ്ലേക്സ്, പിന്നെ ബട്ടർ, ലൈം. ചില്ലി ഫ്ലേക്സ് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെഡ് ചില്ലീസ് അതായത് നമ്മൾ ചുവന്ന മുളക് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പാവും. അതിന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ബട്ടർ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ചോളം നല്ലോണം, ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്, ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നോരോന്നായിട്ട് എടുക്കുമ്പം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇങ്ങനെ ആവുമ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യൽ. കുറച്ച് അടിയെ നല്ലോണം അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഹെൽത്തിയാണ്. അതുകൊണ്ട് അത് കുറച്ച് എൻഡ് വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെറി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായിട്ടാകുമ്പം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആവട്ടെ. ബട്ടർ മെൽറ്റായി. ഇനി നമുക്ക് നമ്മളെ ചോളം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കുറച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മളെ എല്ലാ മസാലാസും ആഡ് ചെയ്യാം. ഉപ്പ്, കുരുമുളക്, പിന്നെ ചില്ലി ഫ്ലേക്സ്. ലാസ്റ്റിൽ നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഉപ്പ് കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. പിന്നെ കുരുമുളകും ചില്ലി ഫ്ലേക്സും നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം. അപ്പോൾ ലാസ്റ്റിൽ എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം നമുക്ക് ലൈം ജ്യൂസ് ഇട്ടിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്നതാണ് നമ്മളെ സ്പൈസി ബട്ടർ സ്വീറ്റ് കോൺ. തിയേറ്ററിലും മോൾസിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ആക്കാം. പിന്നെ ഇതിൽ ഫ്ലേവേഴ്സിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ചാട്ട് മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് വരും. ഈ ഒരു ടേസ്റ്റ് ബേസിക്കലി വെറും നമ്മൾ ബട്ടർ മാത്രം ഇട്ടിട്ട് ആക്കാൻ പറ്റും, ഇങ്ങനെയും ആക്കാൻ പറ്റും. നിങ്ങളെ ഇഷ്ടത്തിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരുത്താം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ചിൻസ്റുചി. താങ്ക് യു.